ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. അപ്പം നമ്മൾ 2 ദിവസമായി മണലോട്ടത്ത് സീനാത്തത്താനും കാക്കാരെയും വീട്ടിൽ വന്നിട്ട് താത്ത രാവിലെ ചെടിക്കൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്നിപ്പോൾ കിളിമാനൂർ പോവുകയാണ്. ഞാനിവിടെ എപ്പോഴും താത്താരെ വീട്ടിൽ വന്നാലും ഇവിടെ 2-3 സപ്പോർട്ട് മരം നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ പോകുമ്പോൾ എല്ലാം പറിച്ചുകൊണ്ട് പോകും. ഇന്നിപ്പോൾ രാവിലെ ഒരുങ്ങി ഇറങ്ങിയതിന് ശേഷം ഡ്യൂട്ടി അതാണ്. അപ്പം നമുക്ക് സപ്പോർട്ടും കായൊക്കെ എല്ലാം പറിച്ചെടുക്കാം. ഇവിടെ ഒരു മാവ് മരം നിൽപ്പുണ്ടേ, അതിൽ കായൊക്കെ ചെറുതും വലുതുമായ കായൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. താത്ത ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഉള്ള മരങ്ങളിൽ നിന്നുള്ള കായും കനികളും ജാമ്പയും 2-3 വെറൈറ്റി ജാമ്പയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ഇപ്പോൾ പൂത്ത് വരുന്നേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് സപ്പോർട്ടും കായൊക്കെ നിൽപ്പുണ്ടേ, നമുക്കതെല്ലാം പറിച്ചെടുക്കാം. ഇവിടെ ഫ്രണ്ട് നിൽക്കുന്ന ഒരു വലിയ മരമാണ് കേട്ടോ. പക്ഷേ അത് മുകളിൽ നല്ല നിറച്ചും വലിയ കായകളുണ്ട്. നമുക്ക് തോട്ടം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പറിച്ചെടുക്കാൻ പാടാണ്. അപ്പം താഴെ നിൽക്കുന്ന കാളെല്ലാം നമ്മൾ പറിച്ചെടുക്കുന്നുണ്ടേ. ഈ സപ്പോർട്ടും കായ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത്? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കായാണ് കേട്ടോ സപ്പോർട്ട് കായ. ഞാൻ എപ്പോഴും ഇവിടെ വന്നാലും ഇത് ഒരു സഞ്ചി നിറച്ചും പറിച്ചുകൊണ്ട് പോകും കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് നിൽപ്പുണ്ട്, നമുക്കതെല്ലാം പറിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോവാം. ഞാൻ സൺഡേ ആണ് താത്താരെ വീട്ടിൽ വന്നത് കേട്ടോ. അപ്പം ഇന്നലെയൊക്കെ ക്ലാസ്സൊക്കെ മുടങ്ങി കുട്ടികളാണ്. അപ്പം ഇന്നിപ്പം ആറ്റുവൽ പൊങ്കലായിട്ട് ഇന്ന് ഹോളിഡേ ആണ്. ഇന്നിപ്പം ഞങ്ങൾ 3 അങ്ങ് കിളിമാനൂർ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിന് കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ, വലിയ വലിയ കായൊക്കെ. അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ റോഡിൻ്റെ അപ്പുറ സൈഡിന് നമുക്ക് കുറച്ച് പറിക്കാൻ നിൽപ്പുണ്ടേ, അതും കൂടെയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഇവിടെ താത്തായൊന്നും ഇത് അധികം കഴിക്കാറില്ല. പിന്നെ അപ്പുറത്തെ അനിയത്തിയും ചേട്ടത്തിയൊക്കെയാണ് വന്ന് പറിക്കുന്നത് തന്നെ കേട്ടോ. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാ നിൽപ്പുണ്ട്. പാലും സപ്പോർട്ടും കായും ബൂസ്റ്റൊക്കെ ഇട്ട് ജ്യൂസ് അടിക്കാൻ നല്ലതാണ് കേട്ടോ ഇത്. ഇപ്പുറത്തെ റോഡിൻ്റെ സൈഡിൽ നിറച്ച് കാ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കിളികളൊക്കെ കൊത്തിക്കളഞ്ഞ് താഴെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുവിധം കയ്യെത്തുന്നതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ മോൻ്റെ അടുത്ത് മതിലിൽ കയറി പറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്ത മോനങ്ങനെ മതിലിൽ കയറി കുറച്ചൊക്കെ പറിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ താത്ത വന്ന് പറയണ കഴിഞ്ഞ ആഴ്ച ഇതൊരു ബക്കറ്റ് നിറച്ച് അവർക്ക് കിട്ടിയായിരുന്നെന്ന് കേട്ടോ. അവർ ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് കൊടുക്കുന്നത് കൂടുതലും. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കവർ നിറച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാട്ടും കേട്ടോ. ഇതുപോലെ അവിടെ ജാമ്പയ്ക്കയും പേരയ്ക്കയും സപ്പോർട്ടും കായും എല്ലാം ഒരുപാട് നിറച്ചുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ വരുമ്പോൾ പറിച്ചുകൊണ്ട് പോകും. ഇവിടുത്തെ ചെടികളെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതെൻ്റെ ഇക്കാടെ പെങ്ങളെ വീടാണ്. ഞാൻ നാത്തൂൻ എന്നാണ് നമുക്ക് പറഞ്ഞിരുന്ന വീഡിയോയിലൊക്കെ. അപ്പം നാത്തൂനെന്ന് ഞാൻ അധികം വിളിക്കാറില്ല, താത്ത എന്ന് തന്നെയാണ് വിളിക്കുന്നത് കൂടുതലും. അതുകൊണ്ടാണ് ഇപ്പോൾ സീനത്താത്ത എന്ന് പറഞ്ഞത് തന്നെ. എൻ്റെ നാത്തൂൻ തന്നെയാണ്, പക്ഷേ ഞാൻ അധികവും സീനാത്താത്ത എന്നാണ് വിളിക്കുന്നത്. വന്നേറി അന്ന് മുതൽ താത്ത എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ നാത്തൂൻ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ, കാരണം ഞാൻ അധികം അങ്ങനെ പറയാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ താത്ത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും താത്ത എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയാണെന്ന് വിചാരിക്കില്ല, ഇക്കാടെ പെങ്ങളാണ്. എൻ്റെ ഇക്കാക്കൊരു താത്തായും ഒരു അനിയനും ഉണ്ട്. അപ്പം 2 പേരും നമ്മൾ 3 പേരും 3 സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഒരു വിധമൊക്കെ കായൊക്കെ പറിച്ച് തന്നു കേട്ടോ. അത്യാവശ്യം കായൊക്കെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. പിന്നെ കുറച്ച് കായൊക്കെ അപ്പുറത്തെ സൈഡിലും പറിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറക്കിയെടുക്കാം. ഇതുകൂടാതെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിന് ഒരു മരം നിൽപ്പുണ്ട്. അതിലും കുറച്ച് കായൊക്കെ നിൽപ്പുണ്ട്. അത് ഒരുപാടൊന്നുമില്ല, 2-3 കായൊക്കെ ഉള്ളൂ. കൂടുതലും പഴുത്തൊക്കെ താഴെയൊക്കെ വീണ് കിളികളൊക്കെ കൊത്തിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിലും 2-3 കാ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് കയ്യെത്തുന്നത് നമുക്ക് പറിച്ചെടുക്കാവേ. എൻ്റെ കണ്ണിൽപ്പെട്ട ഞാൻ അങ്ങനെ കിളിക്കും കാക്കയ്ക്കൊന്നും കൊടുക്കത്തില്ല, ഞാനത് മൊത്തവും പറിച്ചെടുക്കും. ഇതിൽ നിന്നിപ്പോൾ 2 കാ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും പിള്ളേരൊക്കെ ഒരുങ്ങി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കടയ്ക്കലോട്ടൊരു ബസ്സുണ്ട് കേട്ടോ. കടയ്ക്ക് ചെന്നിട്ടാണ് നമ്മൾ അടുത്ത ബസ് കയറി കിളിമാനൂർ പോകുന്നത്. അമീറിനാണെങ്കിൽ ഭയങ്കര വിഷമം അമീരെ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ. അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബായ്.